ശ്രീ പി സി ജോർജ്, വി എസിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അങ്ങയുടെ ഉള്ളിൽ അലയടിക്കുന്ന വേദന എന്താണെന്ന് എനിക്ക് വളരെ കൃത്യമായി അറിയാം. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും വി എസിന്റെ നിലപാടുകൾക്കൊപ്പം നിലകൊണ്ട വി എസിന്റെ ഈ ഭൂമി കയ്യേറ്റങ്ങൾക്കും അനധികൃത നിർമ്മാണങ്ങൾക്കുമെതിരെ, അതുപോലെ സ്ത്രീ പീഡനങ്ങൾക്കെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച വി എസിനൊപ്പം ഒരു മനസ്സായി നിൽക്കുന്ന പി സി ജോർജിനെ ഞാൻ അന്ന് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് അങ്ങ് വി എസിനെ അനുസ്മരിക്കുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം വന്യനായ ആ വലിയ മനുഷ്യൻ എന്റെ പിതൃതുല്യനാണ്. അത് കുറച്ച് പറയാൻ എനിക്ക് കഴിയില്ല. അത്രമാത്രം സ്നേഹവും ബന്ധവും ബഹുമാനവും അദ്ദേഹമായിട്ടുണ്ട്. ഒരു കാര്യം സത്യമാണ്, വി എസ് അച്യുതാനന്ദൻ എന്നൊരു രാഷ്ട്രീയ നേതാവ് വളർന്നു വന്നില്ലായിരുന്നെങ്കിൽ കേരളത്തിന്റെ ഗതി എന്താകുമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കാണ് മതികെട്ടാൻ മലയിലേക്ക് ഞാൻ ഒരു കത്ത് കൊടുത്തു. ഇവിടെ ഇങ്ങനെ ആയിരക്കണക്കിന് ഏക്കർ കൊള്ളയടിക്കപ്പെടുകയാണ്. കത്ത് കൊടുത്തു. പിറ്റേ ദിവസം അദ്ദേഹം എന്നോട് പറഞ്ഞ് നേരെ പോയേക്കാം എന്ന് തോന്നി. എങ്ങനെ നിങ്ങൾ പോകാൻ തോന്നി. അദ്ദേഹം അന്ന് പോകാൻ തയ്യാറായില്ലെങ്കിൽ അതോടുകൂടി മതികെട്ടാന്റെ കയ്യേറ്റക്കാർ ഒഴിപ്പിച്ചു എന്ന് മാത്രമല്ല, സ്ഥലം മുഴുവൻ ഫോറസ്റ്റായി ഇപ്പൊ മാറിയിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയാണ്. അന്നത്തെ ഒരു സംഭവം പറയാം. ഞാൻ അദ്ദേഹമായിട്ട് അറിയപ്പെടുന്നത് എത്രയോ ചെറുപ്പമാണ്. എനിക്ക് നടന്നു കയറാൻ പറ്റുകയില്ലാതെ ഞാൻ കടച്ച് മരത്തെ ചാരി നിൽക്കുമ്പോ അദ്ദേഹം ഒരു 50 അടി നിന്നൊരു പുറകോട്ട് നോക്കുമ്പോൾ ഞാനെ കണ്ടില്ല. അപ്പൊ പുറകോട്ട് നോക്കിയിട്ട് ഞാൻ മരത്തെ ചാരി ഇതേ കളിയാക്കി താൻ വാടൂ എന്ന് പറഞ്ഞ് ഞാൻ ഓടിച്ചെന്നു. എങ്ങനെയാ മനുഷ്യൻ ഇതൊക്കെ ചെയ്തത് എന്ന് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് അദ്ദേഹമായിട്ടുള്ള ബന്ധത്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടത് പൂഞ്ഞാറിൽ വെച്ചാണ്. പൂഞ്ഞാറിലെ ഒരു വീട്ടില് നമ്മുടെ അവിടുത്തെ ഒരു ബാലാജി കുടുംബമാണ്. ആ കുടുംബത്തിൽ വന്ന് അവിടെ ക്രിസ്ത്യൻ മേഖലയായതുകൊണ്ട് അവിടെ ഒരിക്കലും താമസിക്കുന്ന വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവിടെ വന്ന് വിളിച്ചു താമസിക്കായിരുന്നു. അദ്ദേഹം രാവിലെ 5 മണിക്ക് ഇറങ്ങി ആ തോട്ടിലിറങ്ങിക്കൊള്ളുന്നത്. തോടാണ് തോട്ട്. ഇത് എങ്ങനെയോ ആരോ അവിടുത്തെ ആളുകൾ ഒറ്റ കൊടുത്തു. പേട്ട പോലീസ് സ്റ്റേഷൻ നാളിവിടെ വന്നു. പോലീസ് രാവിലെ കുളിക്കാൻ ഇറങ്ങിയ വി എസിനെ അറസ്റ്റ് ചെയ്തു. അവിടുന്ന് പുറകോട്ട് കൈ കെട്ടി ഇടിച്ച് അവിടുന്ന് 12, 6, 18 ഒരു 17 കിലോമീറ്റർ ദൂരം നടത്തി ഇടിക്കുകയായിരുന്നു പോലീസ്. മനുഷ്യരെ കാണിക്കും കമ്മ്യൂണിസ്റ്റാണ് ഇങ്ങനെ ഇരിക്കുന്നത് കാണിച്ചു കൊടുക്കുകയായിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം പാലാ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ടും ഭീകരമായിട്ട് മർദ്ദിച്ചു. അത്രമാത്രം. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ കാലിനകത്ത് വയലറ്റ് കുത്തിക്കയറ്റി. അദ്ദേഹം മുഖ്യമന്ത്രി ആയിക്കോ ഒരു ദിവസം ചുമ്മാ തമാശ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ വയലറ്റ് കുത്തിക്കയറ്റി എന്ന് പറഞ്ഞത് പാടുണ്ടോ ഇപ്പോഴും വെച്ചാൽ? പുള്ളി എനിക്ക് ചിരി വന്ന അന്ന് ഒരു മടിയില്ല. പുള്ളി കാല് പൊക്കി വെച്ചു. നോക്കിയപ്പോ കാലിനത്ത് കയറ്റിയ പാട് അത് കിടക്കുക. ഇപ്പോ അദ്ദേഹത്തിന്റെ കാല് തുറന്നു നോക്കിക്കോളൂ, അത് ഒരു സംശയം തന്നെ ആ പാട് അവിടെ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് ലോകത്ത്, ഞാൻ എങ്ങനെ പറയുമ്പോ എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനം കൂടി ഞാൻ പറഞ്ഞ് തെറ്റിദ്ധരിക്കട്ടെ. ലോകത്ത് ഇതുപോലൊരു മനുഷ്യൻ ഉണ്ടാവുമെന്ന് എനിക്ക് സംശയം. ഇനിയൊരു മനുഷ്യൻ ഇങ്ങനെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ട്, പക്ഷെ ഇതുപോലെ ഒരു വ്യത്യാസം ഇല്ലാതെ, അഴിമതിയില്ലാതെ, സത്യസന്ധമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴത്തെ ഗതി തന്നെ ആലോചിച്ചോളൂ. അദ്ദേഹം വീട് കിടക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ പോയി. എനിക്ക് അദ്ദേഹം ആരോഗ്യമില്ലാതെ വളരെ സീരിയസ് ആയി കിടക്കുമ്പോഴും പി സി ജോർജിനെ കാണണമെന്ന് പറയുമായിരുന്നു എന്നുള്ളതാണ്. അതായത് അദ്ദേഹം എത്രമാത്രം എന്നെ സ്നേഹിച്ചിരുന്നു എനിക്കറിയാം. ഒരു സംശയം വേണ്ട. ഞാൻ ഒരു കാര്യം പറഞ്ഞു, മുഖ്യമന്ത്രി എന്തിനും അദ്ദേഹം വലിയ വിജയമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളം കണ്ട ഏറ്റവും വലിയ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ ആയിരുന്നു എന്ന് ആരും സമ്മതിക്കും. എതിർക്കാൻ ആരും പറ്റില്ല. മുഖ്യമന്ത്രിയായിട്ട് നിങ്ങൾ ആരെയും വേണമെങ്കിൽ കണ്ടോളൂ. പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്നതിൽ വി എസ് അച്യുതാനന്ദൻ ചെയ്തതുപോലെ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്ത ഒരു മനുഷ്യൻ ഇല്ല എന്നതൊരു സത്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അദ്ദേഹത്തെ എന്റെ ഒരു പിതൃതുല്യനാണ് ഞാൻ കാണുന്നത് ഞാൻ പറഞ്ഞത്. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. അദ്ദേഹത്തിന്റെ മരണം വലിയ ദുഃഖകരമാണ്. അദ്ദേഹം കുറെ നാളുകളായി സംസാരിക്കാൻ പോലും കഴിയാത്ത നിലയിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണം എപ്പോഴും സംഭവിക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. അത് സംഭവിച്ചിരിക്കുന്നു. ഞാനൊരു ദൈവവിശ്വാസിയാണ്. ആ ദൈവവിശ്വാസത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ അദ്ദേഹം ദൈവവിശ്വാസം ഇല്ലാത്തവനായിരിക്കാം, നമുക്കറിയാം. അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരനാണ്. പക്ഷേ എന്റെ വിശ്വാസം അദ്ദേഹം സ്വർഗരാജ്യത്തിൽ എത്തുന്ന ആദ്യത്തെ, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഒരു സംശയമില്ല അദ്ദേഹത്തിന്റെ ആത്മാവ് സ്വർഗത്തിൽ ചെന്നിട്ടുണ്ടെന്നാണ് എന്റെ വിശ്വാസം. ആ ആത്മാവിനോടൊപ്പം ചേരാൻ എനിക്കും ദൈവം അനുഗ്രഹിച്ചാൽ ഞാൻ മരിക്കുമ്പോൾ അവസരം കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ. അന്ന് വി എസ് അച്യുതാനന്ദനോടൊപ്പം ഞാൻ ഉണ്ടാവും എന്നതിലൊരു സംശയവും വേണ്ട. ഒരുപക്ഷേ
കേരളത്തെ ഇത്രനാൾ കണ്ണും കാതും നൽകി കാത്തു സൂക്ഷിച്ച ജനകീയ നേതാവാണ് VS എന്ന് പറയുന്നതിൽ ഒരു തർക്കവുമില്ല. ഒപ്പം നമ്മൾ എടുത്തു ചോദിക്കേണ്ട ഒരു കാര്യം, ഈ പാർട്ടിയിലെ പടലപ്പിണക്കങ്ങൾക്കൊടുവിൽ വലിയ ഗ്രൂപ്പ് യുദ്ധങ്ങൾക്കൊക്കെ അങ്ങും സാക്ഷിയായിട്ടുണ്ട്. വളരെ കൃത്യമായി VSന്റെ പക്ഷം പിടിച്ചു നിന്ന ആളുകളെയൊക്കെ പലതരത്തിൽ ഉപദ്രവിക്കുന്ന സമീപനം ഉണ്ടായിട്ടുണ്ട്. VSനോടൊപ്പം നിന്ന ആളുകളെ വലിയ രീതിയിൽ ദ്രോഹിക്കുന്ന ആ ഒരു സമീപനത്തേക്ക് താങ്കൾ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ VSന്റെ നന്മകളെ പറ്റി പറയാൻ ഞാനായിരിക്കും. ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അഴിമതിക്കാരും അഴിമതി രഹിതരും, ഇതാണ് വ്യത്യാസം. കേരളത്തിൽ ഞാൻ ആരെയും മുഖ്യമന്ത്രി ഒപ്പം പേരെടുത്ത് പറഞ്ഞ് അപമാനിക്കാൻ ഈ ദുഃഖകരമായ അവസരത്തിൽ ഞാൻ തയ്യാറാകുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, VSന്റെ പക്ഷം, ഞാൻ സത്യത്തിൽ VSനോടൊപ്പം നിന്ന് ഞാൻ പറയാം, എന്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്റെ വിശ്വാസം, എന്റെ സ്നേഹമാണ്. പക്ഷെ ഞാൻ പിണറായിയായിട്ട് വളരെ അടുപ്പവും ബന്ധമുണ്ടായിരുന്നു. ഇലക്ട്രിസിറ്റി മന്ത്രി ആയിരുന്നപ്പോൾ ഞാൻ VS പക്ഷമാണെന്നുള്ളതിന്റെ പേരിലാണ് എന്നോട് വൈരാഗ്യം ഉണ്ടായതും പിണറായി ഞാനുമായിട്ട് അകലാനിടയായതും ഞാൻ ഈ VS പക്ഷം എന്നുള്ളതാണ് എന്റെ കാരണം. എനിക്ക് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എത്ര കേസ് തന്നെ കുറുക്കി എനിക്ക് തന്നെ അറിയത്തില്ല. ഇപ്പോഴും 8-9 കേസ് എന്റെ പേര് കിടപ്പുണ്ട്. ഇതെല്ലാം ഈ പിണറായി മുഖ്യമന്ത്രി നേരിട്ട് ചെയ്യുന്നതാണ്. എന്തിന് ബലാത്സംഗ കേസ് വരെ ഉണ്ടാക്കി. അതിന് അന്നത്തെ സിറ്റി കമ്മീഷൻ സാക്ഷിയാണ്. ഞാൻ നിരവധി അങ്ങേർക്ക് നേരിട്ട് ബോധ്യമാണ്. ഞാൻ അവിടെ ഇല്ലാന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം അത് പക്ഷിക്ക് പറയുകയും ചെയ്തു. അങ്ങനെയൊക്കെ ഒത്തിരി വൃത്തികേട് VS പക്ഷക്കാരനായതുകൊണ്ട് ഒത്തിരിയേറെ വേദന അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. എനിക്കത് ദുഃഖമില്ല. പക്ഷെ ഞാൻ VSനെ പറ്റി ഓർക്കും പറയാനുള്ള എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 കാര്യമാണ്. ഇന്ന് വാഗമൺ ഒരു സിറ്റി ആയിട്ടിരിക്കുന്ന കാരണക്കാരൻ VS ആണ്. ഞാനും VSും കൂടെ അവിടെ എസ്റ്റേറ്റ് എന്ന് മതകാടുകാരുടെ എസ്റ്റേറ്റ് ആണ്. അതിനോട് പോകുമ്പം ആ എസ്റ്റേറ്റിനകത്ത് വഴിയുണ്ട്. പക്ഷെ എസ്റ്റേറ്റിൽ നിന്ന് ഒരു കയ്യാൽ വെച്ച് അടഞ്ഞിരിക്കുക. ആ കയ്യാൽ പൊളിച്ചാൽ വാഗമണിലേക്ക് നേരിട്ട് 30 വരെ വഴിയാവും. ഞാൻ അദ്ദേഹത്തുമായിട്ട് അവിടം വരെ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, സഹാബി ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്, എന്നെ പൊളിക്കണോ എന്ന് പറഞ്ഞു. ഞങ്ങളെല്ലാം കൂടെ നാട്ടുകാർ കൂടി പൊളിച്ചു. അതാണ് ഇപ്പൊ ഏറ്റവും മെയിൻ വഴിയായിട്ട് കിടക്കുന്നത്. വാഗമൺ ടൗണായതാണ്. അന്ന് വേറെ സംഭവം, അന്ന് ആ കാലത്ത് പീരുമേട്ടിൽ ഒരു പെൺകുഞ്ഞ് 9ാം ക്ലാസ് വരെ ആത്മഹത്യ ചെയ്തു. ആ കൊച്ചിനെ ആത്മഹത്യ ചെയ്തപ്പോ ഇംഗ്ലീഷ് ഇറാക്കിയപ്പോ കൊച്ചിട്ടിരുന്ന സ്റ്റഡി ഊരി നോക്കിയപ്പം അതിൽ 9 തുളയുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച എത്ര പാവപ്പെട്ട ജീവിതം കുഞ്ഞിലെ പെൺകുഞ്ഞാണ്. അപ്പൊ ഇത് കണ്ടപ്പോ ഞാൻ VS കത്ത് കൊടുത്തിങ്ങനെ സംഭവം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ VS പറഞ്ഞ് ഞാൻ കണ്ടോ, നമുക്ക് അത് പോകേണ്ടി വരും എന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോ എന്നെ വിളിച്ച് VS പറഞ്ഞിടോ, ഞാൻ ഒരു ലോറി അരിയും കൊണ്ടാവുന്നത്, താൻ എത്ര ലോറി കൊണ്ടുവരും പറയാൻ പറഞ്ഞു. നമ്മൾ VS പറയുന്നത് അത്രയും, താൻ ഒരു 2 ലോറി അരിയായിട്ട് പോരാൻ പറഞ്ഞു. ഞാൻ കാത്തിരിക്കാൻ പറഞ്ഞു. ഞാൻ കാത്തുനിന്ന് VS വന്ന് ഞങ്ങൾ ഒരുമിച്ചാണ് പോയത് പീരുമേട്. അവിടെ എല്ലാവർക്കും 5 കിലോ അരി വെച്ച് കൊടുക്കാൻ പുള്ളി പ്രഖ്യാപിച്ചു. ഞാനത് കൂടിയാണ്, അവിടെ തൊഴിലാളികൾ കൂടി എല്ലാവരും കൂടി വന്ന എല്ലാവരും 5 കിലോ അരി വെച്ച് കൊടുത്തു. അങ്ങനെ അത് VSന്റെ മനസ്സാ പറഞ്ഞു, പാവപ്പെട്ടുള്ള സ്നേഹം എത്ര വലുതാണ്. ഇത് വന്ന് വാഗമണിലെ സ്കൂളിൽ വന്നു കയറി. സ്കൂളിൽ കയറുന്ന പിള്ളേരെല്ലാം കൂടെ വന്ന് കയറി VSന്റെ തൊട്ട് നോക്കിയിരിക്കുക. ഇപ്പൊ യൂണിഫോം ഇല്ലേ പിള്ളേർ, എല്ലാ മക്കൾക്ക് വേണ്ടതെന്ന് VS ചോദിച്ചു. പിള്ളേരുടെ ആവശ്യം, ഞങ്ങൾക്ക് യൂണിഫോം ഇല്ല, എല്ലാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ എല്ലാം വലിയ യൂണിഫോം ഇല്ല, ഞങ്ങൾ അത് ഇല്ലല്ലോ എന്ന് പറഞ്ഞു. VS എന്നെ നോക്കി. ഞാൻ അന്നേരം പേടിച്ച്, ദൈവത്തന്മാരെ വില വരുമോ? VS പറഞ്ഞു, അവിടെ ഒരു നിങ്ങൾ കുഞ്ഞുങ്ങൾ 700 പിള്ളേരാ, നിങ്ങൾ ആ പേടിക്കേണ്ട, PC ഓറിനെ ചോരപ്പെടുത്തി എല്ലാവർക്കും യൂണിഫോം കിട്ടുമെന്ന് പറഞ്ഞു. പിന്നെ സ്കൂൾ പറഞ്ഞില്ല. ഞാൻ പിന്നെ ഇവിടുന്ന് വന്ന് എന്റെ അവിടുത്തെ എല്ലാ കുട്ടികൾക്കും നല്ല 1ാം തരം യൂണിഫോം തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതുപോലെ VSന്റെ കൽപ്പന കേൾക്കാതിരിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയാം, അങ്ങനെ മനസ്സാണ്, പാവങ്ങളോടുള്ള സ്നേഹം. അതെ. പക്ഷെ അദ്ദേഹത്തെ ഇങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപമാനിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണമായിരുന്നു എന്നതൊക്കെ ഇനിയിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും ആലോചിക്കട്ടെ. പഴയ കമ്മ്യൂണിസം പോയല്ലോ. ഞാൻ പറഞ്ഞു, ഇടികൊണ്ട് പിണറായി വിജയൻ ഇടികൊണ്ടുപോകണല്ലേ, ഇടികൊണ്ട് മാത്രം. കണ്ണൂർ SP നേതൃത്വത്തിൽ പിണറായി വിജയൻ ഈ കസേരയില്ലാതെ കസേര എത്തി ഇടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇടികൊണ്ട് അത്രയും വലിയ ത്യാഗം അനുഷ്ഠിച്ച പിണറായി വിജയനും മുഖ്യമന്ത്രി ആയപ്പോ പോയില്ലേ, നശിച്ചു. ആ മുഖ്യമന്ത്രി സ്ഥാനം വന്നുകൊണ്ട് അഴിമതിക്കാരനായി ജനം സംബന്ധിച്ചല്ലോ. മകൾക്ക് വേണ്ടിട്ടാക്കുക, മരുമന് വേണ്ടിയിട്ടൊക്കെ. എന്നാ VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയപ്പോ ആ തൊഴിലാളി നേതാവായി തന്നെ അദ്ദേഹം നിന്ന്. അതാണ് ഇവര് തമ്മിലുള്ള വ്യത്യാസം. പിണറായി വിജയനെ പോലല്ല, പിണറായി വിജയനും തൊടുകൊണ്ടവനും ത്യാഗം അനുഷ്ഠിച്ചിരുന്നു. പക്ഷേ VS എന്തായി,
വി എസ് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ഭരണപക്ഷത്തിൽ മുഖ്യമന്ത്രി ആയപ്പോഴും ഒരേ ലൈനിലായിരുന്നു. പാവപ്പെട്ടവൻ, തൊഴിലാളി, അധ്വാനിക്കുന്നവൻ, കൃഷിക്കാരൻ, അവന് വേണ്ടിയാണ് പുള്ളി പോരാടിയത്. ആ പോരാട്ടത്തിൽ നിന്ന് അദ്ദേഹം മാറിയില്ല എന്നതാണ് വി എസിന്റെ പ്രത്യേകത. അതൊക്കെ കണ്ട ചരിത്രം ഒരു സംശയം വേണ്ട. കേരളത്തിന്റെ ചരിത്രത്തിൽ കേരളത്തിലെ ഏറ്റവും ഉന്നതമായ നേതാവായി വി എസ് അറിയപ്പെടും. അടുത്ത കാലം വരുന്ന തലമുറയ്ക്ക് പഠിക്കാൻ ഉള്ള അവസരമാവും അദ്ദേഹത്തിന്റെ ജീവചരിത്രം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.